നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ മക്കൾ വിവാഹം കഴിഞ്ഞ് കുടുംബമായാൽ മാറി താമസിക്കേണ്ടത് എന്തുകൊണ്ട് എന്ന് നമുക്ക് നോക്കാം. മക്കൾ വിവാഹം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് മാറി സ്വന്തം കുടുംബം തുടങ്ങുമ്പോൾ വേറൊരു താമസം വേണ്ടതിൻ്റെ പ്രധാന കാരണങ്ങൾ പലതാണെന്ന് പറയാം. സ്വാതന്ത്ര്യവും സ്വതന്ത്ര തീരുമാനങ്ങളും ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്നു. വിവാഹശേഷം മക്കൾക്കും അവരുടെ കുടുംബത്തിനും സ്വന്തം രീതിയിൽ ജീവിതം രൂപപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം വേണം. അതിനായി വേറെ താമസിക്കുന്നതാകും നല്ലത്. സ്വന്തമായ സ്വകാര്യത എല്ലാവരും ഇഷ്ടപ്പെടുന്നു. മാതൃ കൂടാരത്തോടൊപ്പം മാതാപിതാക്കളോടും ഒരു പ്രത്യേക സ്വകാര്യത ആവശ്യമുണ്ട്. അതിനായി വേറെ സ്ഥലത്ത് താമസിക്കുന്നത് അനിവാര്യമാണെന്ന് പിന്നീട് മനസ്സിലാകുന്നു. പാരമ്പര്യവും സംസ്കാരവും മാനിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ത്യയിൽ കുടുംബ ബന്ധങ്ങൾ വലിയ പ്രാധാന്യമുള്ളതാണ്. എന്നാൽ വിവാഹം കഴിഞ്ഞാൽ പുതിയ കുടുംബത്തിൻ്റെ പരസ്പര ബന്ധങ്ങൾക്കും താല്പര്യങ്ങൾക്കും പ്രാധാന്യം നൽകിയേ മതിയാകൂ. മാതാപിതാക്കൾക്കും മക്കൾക്കുമുള്ള ജീവിത ശൈലികളും ആവശ്യങ്ങളും മാറുന്നു എന്ന് മനസ്സിലാക്കുക. പലപ്പോഴും പുതിയ ദമ്പതികൾക്ക് ജോലി, കുട്ടികൾ, വീട്ടുപകരണങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ തുടങ്ങിയവയുടെ ആവശ്യവും പ്രത്യേകമായിട്ട് വരുന്നു. പരമ്പരാഗത ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുക്കണം. പഴയ വീട്ടിലെ മുതിർന്നവരുടെ പരിചരണം, കുട്ടികളുടെ ഭരണം തുടങ്ങിയ കാര്യങ്ങൾ വേർതിരിച്ച് നടത്തുന്നത് കാര്യക്ഷമത കൂട്ടുന്നതിന് സഹായിക്കും. ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം. മക്കളും മാതാപിതാക്കളിലും ഇടയിൽ എളുപ്പത്തിൽ നല്ല പരിചയം നിലനിർത്താനും ആശയവിനിമയം നല്ലതാക്കാനും സഹായിക്കുന്നു. മാതാപിതാക്കൾക്ക് ശാന്തിയും സമാധാനവും ഇതുകൊണ്ട് ലഭിക്കുന്നു. സ്വന്തം ഇടത്ത് അച്ഛനും അമ്മയും തങ്ങളുടെ ജീവിതം സൗഖ്യത്തോടെ നടത്താൻ അവർക്ക് കഴിയും. അതുകൊണ്ട് മക്കൾ വിവാഹം കഴിഞ്ഞ് വേറെ താമസം പോകുന്നത് കുടുംബ ബന്ധങ്ങൾ നിലനിർത്താനുള്ള ഒരു പരിഷ്കൃത സാംസ്കാരികപരവും മാനസികപരവുമായ ക്രമീകരണമാണെന്ന് മനസ്സിലാക്കുക. അത് പുതിയ ബന്ധങ്ങൾക്ക് വളർച്ചയും മാതാപിതാക്കൾക്ക് സന്തോഷവും സമാധാനവും നൽകും. കൂട്ടുകുടുംബമായി താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ദൂഷ്യവശങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം. സ്വകാര്യതയുടെ അഭാവം ഒരു പ്രധാന പ്രശ്നമാണ്. ഒരേ വീട്ടിൽ പല തലമുറകൾ ഉണ്ടെങ്കിൽ വ്യക്തിഗത ജീവിതത്തിനും സ്വകാര്യതയ്ക്കും പരിമിതികൾ ഉണ്ടാകും. എല്ലാവരും ഒരുപോലെ കാണപ്പെടുകയും അവരുടെ ഇടപെടലുകൾ നിഷ്പ്രഭമാകാതെ ആകാതിരിക്കാറുമുണ്ട്. തർക്കങ്ങൾ കൂടുതലാകുന്നു എന്നതും മറ്റൊരു പ്രശ്നമാണ്. ആരുടെയും അഭിപ്രായ വ്യത്യാസങ്ങൾ, ജീവിതശൈലികളുടെ വ്യത്യാസം, കുടുംബത്തിലെ ഓരോരുത്തരുടെയും തീരുമാനങ്ങളിലും ഇടപെടലുകളും ഇതുമൂലമുള്ള തർക്കങ്ങളും വാക്കേറ്റങ്ങളും വരാൻ സാധ്യത കൂടുതലാണ്. സ്വതന്ത്രത കുറവ് ഒരു പ്രധാന പ്രശ്നമായി മാറുന്നു. ഒരു കൂട്ടുകുടുംബത്തിൽ വളരെയധികം നിയന്ത്രണവും നിരീക്ഷണവും ഉണ്ടാകാം. മക്കൾ, പുതുമകൾ, കുട്ടികൾ തുടങ്ങിയ എല്ലാവരും സ്വന്തം സ്വാതന്ത്ര്യം, തീരുമാനമെടുക്കൽ പരിധി കുറവായി അനുഭവപ്പെടുന്നു. പരസ്പര ആശയവിനിമയ പ്രശ്നങ്ങൾ ഗുരുതരമാകാൻ ഇടവരുന്നു. വിവിധ തലമുറകളുടെ ചിന്താഗതിയും മൂല്യങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരിക്കാം. ഇതുമൂലം മനസ്സിലാക്കലിലും സഹകരിക്കലിലും പ്രശ്നങ്ങൾ വരുന്നു. ആത്മാർത്ഥതയുടെ കുറവുണ്ടാകാൻ ഇടവരുന്നു. എല്ലാവരും ഒരുമിച്ച് താമസിക്കുമ്പോൾ വ്യക്തികളുടെ ആശയങ്ങൾ, വികാരങ്ങൾ ഒളിപ്പിക്കേണ്ടി വരുന്നു. തീർച്ചയായും ചിലപ്പോൾ വ്യാജമായ ഐക്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂട്ടുകാരും അടങ്ങുന്ന സ്ഥലത്ത് ആരോഗ്യത്തിൻ്റെ മേൽ ചൂഷണം, രോഗങ്ങൾ പടരാനുള്ള സാധ്യത എന്നിവ കൂടുതലായും കാണാം. പ്രത്യേകിച്ച് മുതിർന്നവരും കുഞ്ഞുങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ ദമ്പതികൾക്ക് സ്വന്തം സ്വകാര്യതയും സ്വതന്ത്രതയും കുറവായാൽ അവരുടെ ഇടയിലെ ഭാര്യാഭർത്തൃ ബന്ധത്തെ അത് ബാധിക്കും. ബന്ധം ബലഹീനമാകാൻ സാധ്യതയുണ്ടാകുകയും ചെയ്യും. വലിയ വീട്ടിൽ ഒരുപാട് വ്യക്തികൾക്ക് വേണ്ടിയുള്ള ചുമതലകൾ ഉള്ളതും ഒരു പ്രശ്നമായി വരുന്നു. അതുകൊണ്ട് കൂട്ടുകുടുംബം ഒരുപാട് പ്രയോജനങ്ങൾക്കൊപ്പം ചില നെഗറ്റീവ് കാര്യങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. സ്വകാര്യതയുടെ കുറവ് ആശയവിനിമയത്തെ ബാധിക്കുന്നു. തർക്കങ്ങൾ ഉണ്ടാകുന്നു, സ്വതന്ത്രത കുറയുന്നു എന്നുള്ളതെല്ലാം പ്രശ്നങ്ങളായി വരുന്നു. മക്കൾ വേറെ താമസിക്കുന്നത് സന്തോഷകരമായ നടപടിയാണെങ്കിലും അതിനൊപ്പം ചില സാമൂഹിക, മാനസിക, സാമ്പത്തിക വെല്ലുവിളികളും ഉണ്ടാകാം. ഇവയെല്ലാം മനസ്സിലാക്കി പരസ്പരം ബഹുമാനത്തോടും പരസ്പരം മനസ്സിലാക്കലിലൂടെയും ഉള്ള ബന്ധം നിലനിർത്തുന്നതാണ് നല്ലത്. ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ മക്കൾ വിവാഹം കഴിഞ്ഞ് കുടുംബമായാൽ മാറി താമസിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെല്ലാവർക്കും ഉപകാരപ്പെടുന്നത് കരുതി നിങ്ങളോടിത് പങ്കിടുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.